ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. ഓം നമഃ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചരിത്രത്തിൽ 1-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മധുകൈടഭന്മാരുടെ വധവർണ്ണനം അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ബ്രഹ്മാവ് കാളരാത്രി ദേവിയെ, നിദ്രാദേവിയെ സ്തുതിക്കുന്ന സ്തുതിയാണ് നമ്മൾ അതുവരെ ആ സ്തുതി തുടങ്ങിയില്ല. ആ സ്തുതി വരെ പഠിച്ചു നിർത്തി. ഇന്ന് നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്, ആ കാളരാത്രി സ്തുതി, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതായത് പ്രളയകാലത്ത് ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്ര പഠിച്ചതാണ് നമ്മൾ. ഇതിനു മുമ്പ് നമ്മൾ ആ കീലക സ്തോത്രം കഴിഞ്ഞിട്ട് ഈ കാളരാത്രി സ്തുതിയാണ് പഠിച്ചത്. അപ്പോൾ അതായത് പ്രളയകാലത്ത് മഹാദേവനും ദേവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം മഹാവിഷ്ണു യോഗനിദ്രയിലായിരുന്നു. അപ്പോൾ തൻ്റെ മഹാവിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന്, കർണമലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചെവിയിൽ മലമുണ്ടോ? ഇല്ല, അതിനെ അജ്ഞാനം എന്നാണ് പറയുക. അപ്പോൾ അജ്ഞാനമില്ലായ ആസുരിക, അതിൻ്റെ സമഷ്ടി ഭാവമാണ് ഈ മധുകൈടഭന്മാർ ചെവിയിൽ നിന്ന് വന്നത്. അവരെന്ത് ചെയ്തു? ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനായിട്ട് ബ്രഹ്മാവിൻ്റെ പുറകെ കൂടി. അപ്പം നിദ്രാദേവിയെ ഉണർത്തി ആ ദേവിയോട് സ്തുതിച്ച് ആ ദേവിയെ കൊണ്ട് ഭഗവാനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തി ഈ മധുകൈടഭന്മാരെ മോഹിപ്പിച്ച് ഭഗവാനെ കൊണ്ട് അവരെ കൊല്ലിക്കാനുള്ള പരിപാടിയാണ് ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിന് പേടിയായില്ലേ. അപ്പം രാത്രി എന്ന് പറയുന്നത് ഇവിടെ കാളരാത്രി സ്തുതി എന്നും രാത്രി സൂക്തം എന്നും ഒക്കെ ഇതിനെ പറയും. കാരണം ഇത് കാളരാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഇത് രാത്രി എന്ന് പറയുന്നത് എല്ലാത്തിനെയും മൂടിയിരിക്കുന്ന, ആവരണം ചെയ്തിരിക്കുന്ന അവസ്ഥ, ആ ആവരണത്തെയാണ് ഇവിടെ രാത്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഈ സൂക്തം. അപ്പോൾ മഹാവിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുന്നു, ദേവിയെ സ്തുതിക്കുന്നു. ആ സ്തുതിയാണ് ഇവിടെ കാളരാത്രി സ്തുതിയായിട്ട് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് ബ്രഹ്മോവാച എന്ന ആദ്യം ഞാൻ ഒന്ന് വായിക്കാം. ആദ്യം വായിക്കുന്നത് പഴയ പുസ്തകത്തിൽ നിന്നാണ്. കാരണം പഴയ പുസ്തകമുള്ളവർക്ക് അത് കൂട്ടി എഴുതിയിരിക്കുന്നു 2 വരികളായിട്ടൊരു ശ്ലോകം. അപ്പോൾ അവർക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകൊണ്ട് ഒന്ന് വായിച്ചിട്ട് അവിടെ ആ കൂട്ടി എഴുതിയിരിക്കുന്ന അതൊന്ന് പിരിച്ചും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പം ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. അഥ ശ്രീമദ് ദേവി മാഹാത്മ്യേ പ്രഥമോധ്യായേ ശ്ലോകങ്ങൾ 73 മുതൽ 72 മുതൽ. ബ്രഹ്മസ്തുതി. ബ്രഹ്മോവാച ത്വം സ്വാഹ ത്വം സ്വധാ ത്വം ഹി വഷട്കാരസ്വരാത്മിക സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മികാ സ്ഥിതാ അർത്ഥമാത്രാ സ്ഥിതാ നിത്യ യാനുച്ചാര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പരാ
പഴയ പുസ്തകങ്ങളിലൊക്കെ ഇവിടെ സാത്വം എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പം അവിടെ അത് സന്ധ്യ എന്നാക്കുക. സന്ധ്യാദേവി കാലത്തിൻ്റെ ഭാര്യ, അതായത് സന്ധ്യാദേവിന്ന് ദേവിയുടെ തന്നെ ഒരു വിഭൂതിയുണ്ട്, ഗായത്രി, സാവിത്രി എന്നൊക്കെ പറഞ്ഞ്. അതുപോലെയാണ് സന്ധ്യാദേവി. അവിടെ സാത്വം എന്നാണെങ്കിൽ അതിനെ വെട്ടിയിട്ട് സന്ധ്യ എന്നാക്കി വയ്ക്കുക. അതാണ് ചേരുന്ന പേര്. ത്വമേവ സന്ധ്യാ സാവിത്രി, അതായത് കാലം എന്ന് പറഞ്ഞാൽ 3 സന്ധ്യകളുണ്ട്, ആ സന്ധ്യകളെ കുറിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ എഴുതി വയ്ക്കാൻ. ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പരാ ത്വയ്യേതദ്ധാര്യതേ വിശ്വം ത്വയ്യേതത് സൃജ്യതേ ജഗത് ത്വയ്യേതത് പാല്യതേ ദേവി ത്വമത്സ്യന്തേ ച സർവദാ വിസൃഷ്ടൗ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതിരൂപാന്തേ ജഗദോസ്യ ജഗന്മയേ മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹ ച ഭവതി മഹാദേവി മഹാസുരി പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രിശ്ച ദാരുണ ത്വം ശ്രീ ത്വം ഈശ്വരി ത്വം ഹ്രീ ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാപുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തിക്ഷാന്തിരേവ ച ഖഡ്ഗിനി ശൂലിനി ഘോരാഗതിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണഭുഷുണ്ഡി പരിഖായുധ സൗമ്യ സൗമ്യതരാശേഷ സൗമ്യേഭ്യസ്തതിസുന്ദരീ പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി യച്ഛ കിഞ്ചിത് ക്വചിത് വസ്തു സദസത്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തിഃ സാ ത്വം കിം സ്തൂയസേ തഥാ യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത്പാദാത്യോ ജഗത് സോപി നിദ്രാവശം നീതഃ കസ്ത്വം സ്തോതുമിഹേശ്വരഃ വിഷ്ണുശരീരഗ്രഹണമഹമീശാന ഏവ ച കാരിതാസ്തേ യതോതസ്ത്വം കസ്തോതും ശക്തിമാൻ ഭവേത് സാത്വമിത്തം പ്രഭാവൈ സ്വൈഹീരുദാരൈർദേവി സംസ്തുതാ മോഹയൈതൗ ദുരാദർശൗ അസുരൗ മധുകൈഡഭൗ പ്രബോധം ച ജഗത്സ്വാമി നീയതാമച്യുതോ ലിഖു ബോധശ്ച ക്രിയതാമസ്യ ഹന്തുമേധൗ മഹാസുരൗ. ഇത്രയും മതി. ശ്ലോകം 88 വരെ. അത് ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. നമ്മൾ പഠിച്ചതുകൊണ്ടാണ് അത് കൂടുതൽ എടുക്കുന്നത്. പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ പിരിച്ചു പറയേണ്ടത്, ഒന്നിച്ചൊന്നിച്ച് എഴുതിയിരിക്കുന്ന പിരിച്ചു പറയേണ്ടത് ഒന്ന് പറഞ്ഞു പോകാം വേഗം. ബ്രഹ്മ ഉവാച ബ്രഹ്മ ഉവാച യാൻ ഉച്ചാര്യ യാനുച്ചാര്യ ത്വം ഏവ ത്വമേവ ത്വയാ ഏതത് ത്വയേതത് ത്വയാ ഏതദ് ധാര്യതേ ത്വയേതദ് ധാര്യതേ ത്വം അൽസ്യന്തേ ത്വമൽസ്യന്തേ പ്രകൃതിഃ ത്വം പ്രകൃതിസ്ത്വം കാളരാത്രിഃ മഹാരാത്രിഃ കാളരാത്രിർമഹാരാത്രിഃ മോഹരാത്രിഃ ച മോഹരാത്രിശ്ച ശ്രീഃ ത്വം ഈശ്വരി ശ്രീസ്ത്വമീശ്വരി ലജ്ജാപുഷ്ടിഃ തഥാ ലജ്ജാപുഷ്ടിസ്തഥാ തുഷ്ടിഃ ത്വം തുഷ്ടിസ്ത്വം ക്ഷാന്തിഃ ഏവ ക്ഷാന്തിരേവ സൗമ്യാ സൗമ്യതരാശേഷ സൗമ്യേഭ്യഃ അതിസുന്ദരീ സൗമ്യ തരാശേഷ സൗമ്യേഭ്യസ്തതിസുന്ദരി ത്വം ഏവ ത്വമേവ
ക്വചിത് വസ്തു ക്വചിദ്വസ്തു സത് സദ്വാഖിലാത്മികേ സത് സദ്വാഖിലാത്മികേ സത് അസത് അഖിലാത്മികേ സത് അസത് അഖിലാത്മികേ സദസദ്വാഖിലാത്മികേ. കഹാ ത്വാം കസ്ത്വാം സ്തോതും ഇഹേശ്വര സ്തോതുമിഹേശ്വര. ശരീരഗ്രഹണം അഹം ഈശാന ശരീരഗ്രഹണമഹമീശാന. കാരിതഃ അസ്തേ കാരിതാസ്തേ യതഃ അതഃ ത്വാം യതോതസ്ത്വാം യതഃ അതഃ ത്വാം യതോതസ്ത്വാം. കഹ സ്തോതും കസ്തോതും ത്വം ഇത്തം ത്വമിത്തം സ്വൈഃ ഉദാരൈഃ ദേവി സ്വൈരുദാരൈർദേവി. മോഹഃ ഏതൗ മോഹയൈതൗ ദുരാദർശഃ അസുരൗ ദുരാദർശാവസുരൗ. പ്രബോധം ച പ്രബോധം ച നീയതാം അച്യുതോ നീയതാം അച്യുതോ ക്രിയതാം അസ്യ ക്രിയതാമസ്യ ഹന്തും ഏതൗ ഹന്തുമേതൗ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകം വായിച്ചിട്ട് വേഗം അർത്ഥം പറഞ്ഞു പോകാം. ഓക്കെ. ബ്രഹ്മോവാച ത്വം സ്വാഹ ത്വം സ്വധാ ത്വം ഹി വഷട്കാരഃ സ്വരാത്മിക സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധ മാത്രാത്മിക സ്ഥിത. ത്വം അങ്ങ് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ദേവഗണത്തിലുള്ള ഇതാണ് അഗ്നി. അഗ്നിദേവനെയാണ് സ്വാഹാദേവി. അഗ്നിദേവൻ്റെ ഭാര്യയാകാം ദേവി. ഇവിടെ സ്വാഹാദേവിയെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഹാദേവി അഗ്നിദേവൻ്റെ ഭാര്യയാണ്. അപ്പം നമ്മൾ യജ്ഞങ്ങളും ഇതൊക്കെ ചെയ്യുമ്പോൾ പൂജകളൊക്കെ ചെയ്യുമ്പോൾ യജ്ഞദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് ഹോമിച്ചുകൊണ്ട് സ്വാഹ 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 എന്ന് പറഞ്ഞാണ് ഇടുന്നത്. ആ സ്വാഹാ മന്ത്രം അത് ദേവിയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങ് തന്നെയാണ് സ്വാഹാമന്ത്രവും. ത്വം സ്വധ അങ്ങ് തന്നെയാണ് സ്വധാദേവി. സ്വധ എന്ന് പറയുന്ന ദേവി നമ്മുടെ പൂജകൾ ചെയ്യുമ്പോൾ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രാദ്ധം ബലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ തർപ്പണം നമ്മൾ സമർപ്പിക്കുന്നത് സ്വധാദേവിക്കാണ്. അപ്പോൾ പിതൃകർമ്മത്തിൻ്റെ ദേവിയാണ് സ്വധാദേവി. സ്വധാദേവിയെ സന്തോഷിപ്പിച്ചാൽ നമ്മൾക്ക് പല ഇതുമുണ്ട്. അപ്പോൾ ഈ കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് അവരുടെ പൂർവികർക്കൊക്കെ ശരിക്ക് ബലികൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പിതൃകർമ്മങ്ങൾ ശരിക്ക് ചെയ്യാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സ്വധാദേവിയാണ് അവരുടെ ദേവി. അപ്പോൾ ആ ദേവിയെ നമ്മൾ സന്തോഷിപ്പിക്കുക. ആ ദേവിയെ സ്തുതിച്ചാൽ സ്തുതിക്കുക മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യണം. അതാണ് പിതൃഗണത്തിൻ്റെ ദേവിയാണ് സ്വധാദേവി. അപ്പോൾ സ്വാഹാദേവിയും അങ്ങ് തന്നെയാണ്, സ്വധായും അങ്ങ് തന്നെയാണ്. അതാ ത്വം ഹി അങ്ങ് തന്നെ. വഷട്കാരഃ സ്വരാത്മിക. വഷട്കാര എന്ന് പറയുന്നത് യജ്ഞങ്ങളും യാഗമൊക്കെ ചെയ്യുമ്പോൾ ആ യാഗരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന ഒരു മന്ത്രമാണ് ഈ വജ്രമന്ത്രം എന്ന് പറയും. വജ്രം പോലെ അല്ലെങ്കിൽ വജ്രരൂപമായ വജ്രം പോലെ ഉറച്ച അല്ലെങ്കിൽ അത്രയ്ക്കും ശക്തിയുള്ള ഒരു മന്ത്രമാണ് വഷട്കാര മന്ത്രം. വഷട്കാര മന്ത്രം യാഗരക്ഷയ്ക്കായിട്ട് ചൊല്ലുന്ന മന്ത്രമാണ് വഷട്കാര മന്ത്രം. അത് ചിലർ വഷ്ടകാര എന്നൊക്കെ പറയും. തെറ്റാണ്. ആ മന്ത്രത്തിൻ്റെ പേരാണ്, തെറ്റാൻ പാടില്ല. വഷട്കാര എന്നാണ് ആ മന്ത്രം. സ്വരാത്മിക, സ്വരങ്ങളുടെയൊക്കെ ആത്മാവായിരിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പം സ്വാഹാദേവിയും സ്വധാദേവിയും വഷട്കാര മന്ത്രവും സ്വര ആത്മാവായിരിക്കുന്നതും ദേവി തന്നെ. പിന്നെ സുധാ ത്വം അക്ഷരെ. സുധ എന്ന് പറഞ്ഞാൽ അമൃത്.
അമൃതും ദേവി തന്നെ. ത്വം അക്ഷരേ, അങ്ങ് അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ, ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, നശിക്കാത്തത്. അപ്പം അക്ഷരമാണ് ദേവി, ഒരിക്കലും നശിക്കാത്തതാണ് ദേവി. നിത്യയാണ്, നിത്യയാണ്. നിത്യ എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത്. ത്രിധ, ത്രിധ എന്ന് പറഞ്ഞാൽ 3 പ്രകാരം. എന്തൊക്കെയാണ് 3 പ്രകാരം? 3 പ്രകാരമുള്ള മാത്രാരൂപം. മാത്ര ആത്മിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്ര എന്ന് പറഞ്ഞാൽ ഈ അകാരം, ഉകാരം, മകാരം, അത് പ്രണവമന്ത്രമാണ്, ഓം എന്നുള്ളത്. ആ 3 ആ ഊ മ, ആ 3 ഇത് ചേരുന്ന മാത്രകൾ ചേരുന്നതാണ് ഓങ്കാരം. പക്ഷേ ആ മാത്രകൾ കൊണ്ട് മാത്രം ഓങ്കാരമാവില്ല. ഓങ്കാരമാകണമെങ്കിൽ, ഓങ്കാര പ്രണവ മന്ത്രമാകണമെങ്കിൽ ആ 3ൻ്റെയും കൂടെ സ്വരാക്ഷരം കൂടി ചേർക്കണം. അപ്പോൾ എങ്ങനെയാണ്? എ പ്ലസ് ആ എന്ന സ്വരം ചേർക്കണം. അപ്പോൾ അകാരമായി അല്ലേ? അകാരം അതിൻ്റെ ആദ്യത്തെ ഇതായി. ഇനി ഊന്ന് മുഴുവനില്ല. ആ ഊവിൻ്റെ കൂടെ ഊ എന്ന സ്വരം ചേർക്കുമ്പം ഉകാരമായി. പിന്നെ മകാരം മ, ആ ഊ മ, മൂന്നാമത്തെ. ആ മ പ്ലസ് ആ ചേർക്കുമ്പോഴേ മ എന്നാവുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. അകാര ഉകാരം അകാര രൂപങ്ങളായ 3 പ്രകാരമുള്ള മാത്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെ എന്ന്. സുധാത്വമക്ഷരേ നിത്യേ ധൃതാമാത്രാത്മിക സ്ഥിത. 3 വിധത്തിലുള്ള മാത്രകളുടെ ആത്മാവായി, ആ മാത്രാരൂപമായി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, സ്ഥിത എന്ന് പറയാൻ സ്ഥിതി ചെയ്യുന്നതും അങ്ങ് തന്നെ എന്ന്. ഇത് അർത്ഥമാത്രാസ്ഥിത നിത്യ യാനുച്ചാര്യ വിശേഷത. ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവീ ജനനീ പരാ. അർത്ഥമാത്രാസ്ഥിത നിത്യ യാനുച്ചാര്യ വിശേഷത. ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവീ ജനനീ പരാ. അതായത് അർത്ഥമാത്രയായിരിക്കുന്ന പ്രണവത്തിൻ്റെ ആ ഓങ്കാര മന്ത്രത്തിൻ്റെ രൂപമായി ആ ബിന്ദുവായിരിക്കുന്നതും നിത്യയായിരിക്കുന്നതും യാൻ ഉച്ചാര്യാവിശേഷത, ഉച്ചരിക്കാൻ, അതായത് അചിന്ത്യയായും സ്വരങ്ങളില്ലാതെ ഉച്ചരിക്കാൻ പറ്റാത്ത സ്വരങ്ങളില്ലാതെ ഉച്ചരിക്കാൻ പറ്റിയല്ലാത്ത അല്ലെങ്കിൽ സാധ്യമല്ലാത്ത ആ അക്ഷരങ്ങളായിരിക്കുന്നതും ഒക്കെ ദേവി തന്നെ. കൂടാതെ ത്വമേവ സന്ധ്യാ സാവിത്രി, സന്ധ്യ 3 സന്ധ്യകൾ, ഒന്ന് പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ എന്ന് പറയുന്ന ആ 3 സന്ധ്യകൾ, കാലത്തിൻ്റെ ഭാര്യയാണ് സന്ധ്യാദേവി. അപ്പോൾ സന്ധ്യാദേവിയായിരിക്കുന്നതും സാവിത്രി. ഇത് ചിലരുടെ പുസ്തകത്തിൽ സാത്വം എന്ന് കാണും, അതിനെ സന്ധ്യയാക്കുക. അവിടെ ചേരുന്നത് സന്ധ്യയാണ്. കാരണം 3 കാലത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കാലത്തിൻ്റെ ദേവിയാണ് സന്ധ്യാദേവി. അപ്പം ആ സന്ധ്യ ആയിരിക്കുന്നു. സാവിത്രി എന്ന് പറഞ്ഞാൽ സവിതാവുമായി ബന്ധമുള്ളത്, സവിതാവിനെ സംബന്ധിച്ചത് എന്ന്. സവിതാവാരാ? സൂര്യൻ. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചത് എന്താണ്? ഗായത്രി മന്ത്രം. അതും ദേവി തന്നെയാണ്. ത്വം ദേവി ജനനീ പര. ജനനി എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പോൾ വേദജനനിയും ദേവി തന്നെയാണ്, വേദങ്ങളുടെ അമ്മ ദേവി തന്നെയാണ്. പര എന്നിവിടെ പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ എന്നർത്ഥം. ശ്രേഷ്ഠയായ വേദമാതാവും ദേവി തന്നെ, അങ്ങ് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അർത്ഥമാത്രാസ്ഥിത നിത്യ യാനുച്ചാര്യ വിശേഷത. ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവീ ജനനീ പരാ. അടുത്ത ശ്ലോകം. ത്വയേതദ്ധാര്യതേ വിശ്വം ത്വയായേതദ്ധാര്യതേ വിശ്വം ത്വയായേതത് സൃജ്യതേ ജഗത്ത്
ത്വയാ ഏതത് പാല്യത്തെ ദേവി ത്വം അൽസ്യന്തേ ച സർവദാ. ത്വയാ ഏതത് ഹര്യത്തെ വിശ്വം, ഈ വിശ്വത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നവളും എല്ലാ കൽപ്പകാലങ്ങളിലും ജഗത്തിനെ ധരിക്കുന്നു. അതായത് പ്രളയകാലത്ത് എല്ലാ പ്രപഞ്ചത്തെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അതിനെയാണ് ത്വയാ ഏതത് ഹര്യതേ വിശ്വം, വിശ്വത്തെ മുഴുവൻ ധരിക്കുന്നവളും. ത്വയാ ഏതത് സൃജ്യതേ ജഗത്, ജഗത്തിനെ സൃഷ്ടിക്കുന്നതും. ത്വയാ ഏതത് പാല്യതേ, ആ ജഗത്തിനെ പാലിക്കുന്നതും. ത്വം അൽസ്യന്തേ ച സർവദാ, അൽസ്യന്തേ എന്ന് പറഞ്ഞാൽ അന്ത്യത്തിൽ, അവസാനത്തിൽ, അത് അന്തേ എന്ന് പറഞ്ഞത് അവസാനത്തിൽ സംഹരിക്കുന്നതാണ് ത്വം അൽസ്യ. അൽസ്യ എന്ന് പറഞ്ഞാൽ അത്തി എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നർത്ഥം. അതായത് അവസാനം ഭക്ഷിക്കുന്നതും ദേവി തന്നെ, അതായത് സംഹരിക്കുന്നത്, അതിനെയാണ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞത്. ആ സംഹരിക്കുന്നതും അങ്ങ് തന്നെ. ഇനി ഭക്ഷിക്കുന്ന സാധനം അന്നം അല്ലേ, അന്നം എന്നുള്ള വാക്ക് പോലും ഉണ്ടായത് ഈ അത്തി, അത്ത് എന്നൊക്കെ പറയുന്ന ആ ഇതിൽ നിന്നാണ്. അൽസ്യന്തി, അതൊക്കെ ആ വിഭക്തിയും ഇതൊക്കെ കൂടി വരുമ്പം ക്രിയാരൂപം മാറുന്നതാണ് അൽസ്യന്തേ എന്നൊക്കെ. അന്തേ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ, അൽസ്യ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അപ്പോൾ അവസാനമാകുമ്പോൾ സംഹരിക്കുന്നതും അങ്ങ് തന്നെ. എല്ലാ കൽപ്പകാലങ്ങളിലും ഈ ജഗത്തിനെ ധരിക്കുന്നതും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അവസാനം സംഹരിക്കുന്നതും അങ്ങ് തന്നെ എന്ന് അർത്ഥം. ത്വയ്യേതദാര്യതേ വിശ്വം ത്വയ്യേത സൃജ്യതേ ജഗത് ത്വയ്യേതത് പാല്യതേ ദേവി ത്വം അൽസ്യന്തേ ച സർവദാ. അടുത്ത ശ്ലോകം. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതിരൂപാന്തേ ജഗതോസ്യ ജഗന്മയേ. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം, വിസൃഷ്ടോ എന്ന് പറഞ്ഞാൽ വിശേഷേണ സൃഷ്ടി, വിശേഷേണ സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്ക് രൂപമായിരിക്കുന്നതും അങ്ങ് തന്നെ. അപ്പോൾ സൃഷ്ടിക്ക് രൂപമായി സ്ഥിതിരൂപ, സ്ഥിതി പരിപാലനം. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നടത്തുന്നതും പാലിക്കുന്നതും എല്ലാം ദേവി തന്നെ. അതാണ് ഇവിടെ വിസൃഷ്ട, വിശേഷേണ സൃഷ്ടിക്കുന്നതും ആ സൃഷ്ടിക്ക് രൂപമായിരിക്കുന്നതും, പിന്നെ സ്ഥിതിരൂപ പാലനം ചെയ്യുന്നവളും പാലിക്കുന്നവളും, അതുപോലെ സംഹൃതി സംഹാരം ചെയ്യുന്നതും ജഗതോസ്യ ജഗന്മയേ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ ജഗന്മയയായ ദേവി തന്നെ എന്നർത്ഥം. അപ്പം ഇവിടെ സൃഷ്ടിരൂപമായി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ, അതായത് സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്കാവശ്യമായ റോ മെറ്റീരിയൽസ്, അതായത് അതിൻ്റെ സാധനങ്ങളായിരിക്കുന്നതും സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന കർമ്മങ്ങളിൽ രജസ് തമസ് സത്വം ഈ 3 ഗുണങ്ങളായിരിക്കുന്നതും ദേവി തന്നെ. അവിടെ അത് അണ്ടർസ്റ്റുഡാണ്. കാരണം സൃഷ്ടി നടത്തുമ്പോൾ അവിടെ ആ സൃഷ്ടിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അത് ഇല്ലാതെ പറ്റില്ലല്ലോ. അതൊക്കെ ദേവി തന്നെയാണ്. സൃഷ്ടി രൂപവും ദേവി തന്നെയാണ്. സ്ഥിതി പാലനത്തിൻ്റെ രൂപവും ദേവി തന്നെയാണ്. എല്ലാം ദേവി തന്നെയെന്ന് ജഗതോസ്യ ജഗന്മയേ, ജഗത്തിൻ്റെ മുഴുവൻ ജഗത്തായ മായ ആ ദേവിയും ദേവി തന്നെയെന്ന് പറയുന്നു. സത്വം രജസ് തമസും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന്. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാ ച പാലനേ, സ്ഥിതിരൂപത്തിൽ പാലനം ചെയ്യുന്നു. തഥാ സംഹൃതി രൂപാന്തേ, അന്ത്യത്തിൽ സംഹൃതി രൂപമായിരിക്കുന്നത് ജഗതോസ്യ ജഗന്മയേ അങ്ങ് തന്നെയാണ് എന്ന്. അടുത്ത ശ്ലോകം. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹാ ച ഭവതി
മഹാദേവി മഹാസുരി. ഇവിടെ വിദ്യയായിരിക്കുന്ന ദേവിയാണ്, മഹാമായയായിരിക്കുന്ന ദേവിയാണ്. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്.